ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കലത്തിനകത്ത് ഒരു നല്ല അടിപൊളി ഡ്രൈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ ചതച്ചിട്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് ഇടണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. അത് കഴിയുമ്പോൾ പാകത്തിന് കുഞ്ഞുള്ളിയും സബോളയും കൂടെ ഇട്ട് വീണ്ടും വഴറ്റി അതിൻ്റെ കളറൊന്ന് മാറുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, പാകത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകം, മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റി അതിൻ്റെ പച്ചപ്പെല്ലാം പോയി കഴിയുമ്പോൾ നല്ലപോലെ ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം ചെറുതീയിലും. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ, ഇതിപ്പോൾ ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ അങ്ങോട്ട് ഈ ഗ്രേവിയിലോട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി ആ മസാല എല്ലാം കൂടെ ആ ചിക്കനിലോട്ട് അങ്ങോട്ട് പിടിക്കണം. അത് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ലിഡ് വെച്ച് അടച്ച് വെക്കണം. ഞാൻ ഇതിനകത്തൊരു പൊട്ടറ്റോ കൂടെ ഇട്ട്, എനിക്ക് ചിക്കനകത്ത് ഈ ചപ്പാത്തിക്കും ചോറിനൊക്കെ ഒരു പൊട്ടറ്റോ ഇട്ട് വേവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അത് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞ് വീണ്ടും അത് അടച്ച് വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ഡ്രൈ ചിക്കൻ കറി റെഡിയായി.